നമസ്കാരം കൂട്ടുകാരെ. ബുദ്ധിമാനായ ആട്, അതാണ് നമ്മുടെ കഥയുടെ പേര്. ഒരിക്കൽ ഒരാട് വഴി തെറ്റി കാട്ടിലെത്തി. കാടിന്റെ പച്ചപ്പ് കണ്ട് ആടിന് വല്ലാത്ത കൗതുകം തോന്നി. ഹായ്, എന്തു ഭംഗിയാ! നിറയെ ഇളം പുല്ലുകൾ. പുല്ലും തിന്ന് വയറും നിറഞ്ഞ് തല ഉയർത്തിയപ്പോൾ ആടിന്റെ കൊമ്പുകളിൽ ഇലകളും വള്ളികളും കുടുങ്ങി. ഇപ്പോൾ ആടിനെ കണ്ടാൽ ശരിക്കും ഭൂതമാണെന്നേ തോന്നും. വല്ലാത്ത മയക്കം. അങ്ങോട്ട് കയറിയിരിക്കാം. താനിരുന്ന ഇടം ഗുഹയാണെന്ന് അതുണ്ടോ അറിയുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുഹയുടെ ഉടമസ്ഥനായ സിംഹം അവിടെ എത്തി. ഇതേതായി പുതിയ ജന്തു? ആ ഭീകര രൂപം കണ്ട് സിംഹം ആദ്യം ഒന്ന് പരുങ്ങി. എന്നിട്ട് ഉറക്കെ അലറി കൊണ്ട് ചോദിച്ചു, എന്റെ ഗുഹയിൽ കയറാൻ ആർക്കാ ധൈര്യമുള്ളത്? ഇത് കേട്ട ആട് ശരിക്കും പേടിച്ചിട്ടോ. എന്തായാലും മരിക്കും. രണ്ടും കൽപ്പിച്ച് ആടും ശബ്ദമുയർത്തി, അത് ചോദിക്കാൻ നീ ആരാടാ? ആ ചോദ്യത്തിൽ തന്നെ സിംഹത്തിന്റെ ധൈര്യം ചോർന്നു. ഇവനാള് ചില്ലറക്കാരനല്ലല്ലോ. അങ്ങനെ സിംഹം സകല ശ്വാസവും വിലയെടുത്ത് ഒരൊറ്റ അലർച്ചയായിരുന്നു. ഞാൻ കതിരേലാത്തവർ സിംഹം, എന്റെ ഗുഹയിൽ നിന്നും വേഗം പുറത്തിറങ്ങ്. ഉടനെ ആടും ചോദിച്ചു, അപ്പോൾ നീയാണല്ലേ സ്വയം രാജാവാണെന്നും പറഞ്ഞ സിംഹം? നീ രാജാവാണെങ്കിൽ ഞാൻ ചക്രവർത്തി, സകല കാടുകൾക്കും രാജാവ്. നിന്നെയാണ് ഞാൻ കാത്തിരുന്നത്. ഇത്രയും കേട്ടപ്പോൾ സിംഹം പേടിച്ച് തിരിഞ്ഞോടി. എന്നാൽ ഈ വിശേഷങ്ങൾ ഒളിഞ്ഞു കണ്ടുകൊണ്ടിരുന്ന കുറുക്കൻ സിംഹത്തിന് പിന്നാലെ ഓടി. രാജാവേ, ഒന്ന് നിന്നാലും അങ്ങ് എങ്ങോട്ടാണ് പരുഷനായി ഓടുന്നത്? നിൽക്കാൻ നേരമില്ല. ആ ചക്രവർത്തി എന്റെ കഥ കഴിക്കും. ചക്രവർത്തിയോ? അതെ, അങ്ങനെ ഒരു ജന്തു എന്റെ ഗുഹയിലിരിപ്പുണ്ട്. ഇനി ഈ കാട് രക്ഷയില്ല. രാജാവില്ലാത്ത മറ്റേതെങ്കിലും കാട് നോക്കട്ടെ, സിംഹം പറഞ്ഞു. ഈ സിംഹത്തിന് പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ, ബുദ്ധി തീരെയില്ല. കുറുക്കൻ ഉള്ളിൽ ഊരി ചിരിച്ചു. പ്രഭു, അങ്ങനെ ആരോ പറ്റിച്ചതാ. സത്യമറിയാൻ ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഗുഹയ്ക്കരികിൽ കാൽപ്പാടുകൾ കണ്ടപ്പോൾ തന്നെ കുറുക്കൻ ആളെ പിടികിട്ടി. എന്നിട്ട് വീണ്ടും സിംഹത്തിനരികിലെത്തി. പ്രഭു, അങ്ങയുടെ ഗുഹയിൽ അതൊരാടാണ്. ആടോ? അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ എത്രയോ ആടുകളെ ഗ്രാമത്തിൽ നിന്നും മോഷ്ടിച്ചിട്ടുള്ളതാ. അങ്ങ് വന്നാലും പേടിയാണെങ്കിൽ എന്റെ പിറകിൽ ഒളിച്ചാൽ മതി. അങ്ങ് വന്നാലും ഗുഹയ്ക്ക് മുന്നിൽ സിംഹത്തെയും കുറുക്കനെയും ഒരുമിച്ച് കണ്ടപ്പോൾ ആടിന് വെപ്രാളമായി. പക്ഷേ അവരുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയത് കണ്ടപ്പോൾ ആടിന് കാര്യം പിടികിട്ടി. അപ്പോൾ ഈ വീരക്കൂട്ടന്റെ ധൈര്യത്താലാണ് സിംഹം വന്നിരിക്കുന്നത്. കാണിച്ചു കൊടുക്കാം. ആട് മനസ്സിൽ മന്ത്രിച്ചു. ആടിന്റെ സൂത്രം മണത്തറിഞ്ഞ കുറുക്കൻ ആടിനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, ഹേ ഹേ, എപ്പോ എത്തി ചക്രവർത്തി? ബുദ്ധിമാനായ ആടും വിട്ടുകൊടുത്തില്ല. കുറച്ചു നേരമായി ചെങ്ങാതി, നീ തന്നെയാ ശരിക്കും കുറുക്കൻ. ഒരു സിംഹത്തെ തിന്നണമെന്ന് പറഞ്ഞപ്പോൾ നീ രാജാവിനെ തന്നെ കൊണ്ടുവന്നു. എന്താ മടിച്ചു നിൽക്കുന്നത്? ആ തിരുമേനിയെ ഇങ്ങോട്ട്
അത് കേൾക്കേണ്ട താമസം. സിംഹം കുറുക്കനെ നേരെ അലറി. ഏട്ടാ ചതിയാ! പിന്നെ വെപ്രാളപ്പെട്ടോട്ടമായിരുന്നു. വായിൽ കെട്ടിയ കുറുക്കന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ആളോർത്തോർത്ത് ചിരിച്ചു. കൂട്ടുകാരെ, ആപത്തിൽ നിന്നും രക്ഷ നേടാൻ ശക്തിയെ